നമസ്കാരം. ഹോർമൂസിൽ ഇറാൻ പ്രകോപനം ഇന്ത്യയോട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ സന്മാർ ഹെറാൾഡ് എന്ന ഇന്ത്യൻ കപ്പലിനും മറ്റൊരു കണ്ടെയ്നർ കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഗൺ ബോട്ടുകൾ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനെ തുടർന്ന് 20 ലക്ഷം ബാരൽ എണ്ണയുമായി പോവുകയായിരുന്ന ഇന്ത്യൻ സൂപ്പർ ടാങ്കർ യാത്ര ഉപേക്ഷിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേന അറബിക്കടലിലും പേർഷ്യൻ ഗൾഫിലും യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ നേരിട്ടുള്ള വെടിവെപ്പ് ഇറാനുമായുള്ള ഇന്ത്യൻ ബന്ധത്തെ ബാധിക്കും എന്നതിൽ സംശയം വേണ്ട. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തിയത് ഭ്രൂണഹത്യയെന്നും പാപത്തിന്റെ ശിക്ഷ ലഭിക്കുമെന്നും മോദി. ബില്ല് പാസ്സാകാത്തതിൽ സ്ത്രീകളോട് മാപ്പ് ചോദിച്ച് പ്രധാനമന്ത്രി. ബില്ലിന്റെ പേരിൽ കേന്ദ്രം ശ്രമിച്ചത് മണ്ഡല പുനർനിർണയത്തിനെന്ന് പ്രിയങ്ക ഗാന്ധി. പ്രതിപക്ഷത്തിനെതിരെ BJP പ്രവർത്തകരുടെ രാജ്യവ്യാപക പ്രതിഷേധം. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മഹിളാ മോർച്ച മാർച്ച്. കോലം കത്തിച്ചു. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി. US ഉപരോധത്തിൽ പ്രതിഷേധിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിറാൻ. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ്. ഇറാൻ അംബാസിഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഗ്യാരണ്ടി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വിതുമ്പലോടെ വിട. വാൽപ്പാറ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 9 പേർക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ആയിരങ്ങൾ. പരിക്കേറ്റ 11കാരി പെരിന്തൽമണ്ണ ആശുപത്രിയിൽ. ഗുരുതരാവസ്ഥയിലുള്ള 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. അഗാധ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. രാജിക്കത്ത് നൽകി ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും ജീവനക്കാരും. നിതിന്റെ അമ്മയെ കാണാനെത്തി 33 വിദ്യാർത്ഥികൾ. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടിന് പിന്നാലെ മറ്റ് ജില്ലകളിലും താപനില ഉയരുന്നു. ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ പ്രവർത്തനം തുടങ്ങി. ജ്യൂസ് കടകളിലും കുപ്പിവെള്ളത്തിലും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക പരിശോധന. റെക്കോർഡ് ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പാൽ വില വർദ്ധിപ്പിക്കാനൊരുങ്ങി മിൽമ. ലിറ്ററിന് 4 രൂപയെങ്കിലും കൂട്ടണമെന്ന ആവശ്യം. കർഷകരെ സഹായിക്കാൻ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ചെയർമാൻ. വില കൂട്ടാത്തതിൽ ബോർഡ് ആസ്ഥാനത്ത് അംഗങ്ങളുടെ പ്രതിഷേധം. കർണാടക ഹാസനിലെ ഇഞ്ചിത്തോട്ടത്തിൽ അടിമവേല. മലയാളികൾ ഉൾപ്പെടെ 18 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കർണാടക പോലീസ്. ക്രൂരത പുറം ലോകമറിഞ്ഞത് മകനെ കാണാനില്ല എന്ന തൊഴിലാളിയുടെ അമ്മയുടെ പരാതിക്ക് പിന്നാലെ. ശമ്പളവും കൃത്യമായ ഭക്ഷണവും ലഭിക്കാതെ ജോലി ചെയ്തത് 1 വർഷം. IPL-ൽ ബംഗളൂരുവിനെതിരെ ഡൽഹിക്ക് 6 വിക്കറ്റ് ജയം. ഹൈദരാബാദിനെതിരെ ചെന്നൈക്ക് 195 റൺസ് വിജയലക്ഷ്യം. ISL-ൽ ജംഷഡ്പൂരിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ സീസണിലെ ഹോം ഗ്രൗണ്ടിലെ ആദ്യ ജയം. കണ്ണൂർ തിമിരിയിൽ RSS പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർക്ക് ശിക്ഷ. 9 പേർക്ക് 10 വർഷവും തടവും 2,60,000 രൂപ വീതം പിഴയും വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 2ാം പ്രതിക്ക് 25 വർഷം തടവും 2,60,000 രൂപ പിഴയും. സ്റ്റോറി ഓഫ് ദ ഡേ. തളിരിടട്ടെ, തണലാകട്ടെ. ഇന്നലെയാണ് പാർലമെന്റിൽ വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടത്.
ഇതിന് പിന്നാലെ എന്ത് പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തുക എന്ന് രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു. ആ പ്രതികരണമാണ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നടത്തിയത്. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അടക്കമുള്ളവർ നടത്തിയത് ഭ്രൂണഹത്യയാണെന്നും പാപത്തിന്റെ ശിക്ഷ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് സ്ത്രീകളോട് മാപ്പ് പറയുകയും ചെയ്തു മോദി. എങ്ങനെയാണ് രാജ്യത്തെ സ്ത്രീകളുടെ ഉയർച്ച തടഞ്ഞതെന്ന് രാജ്യം കാണുകയാണെന്ന് കൂടി പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഉന്നം വെച്ച് പറഞ്ഞു. ബില്ല് പരാജയപ്പെട്ടപ്പോൾ കുടുംബ പാർട്ടികൾ കൈയടിക്കുകയായിരുന്നുവെന്നും രാജ്യത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനാണ് ആ കൈയടിയിലൂടെ മുറിവേറ്റതെന്നും കൂടി മോദി സ്ത്രീകളോട് പറഞ്ഞു വെച്ചു. ഇതൊക്കെ ആണെങ്കിലും ഇനിയും അവസരം വരുമെന്നും ഈ ശ്രമം അവസാനിപ്പിക്കില്ല എന്നുമായിരുന്നു മോദി പറഞ്ഞവസാനിപ്പിച്ചത്. सुधारेगी। कांग्रेस अपने पापों का प्रायश्चित करेगी, लेकिन कांग्रेस ने इतिहास रचने का, महिलाओं के पक्ष में खड़े होने का अवसर खो दिया। कांग्रेस खुद देश के अधिकांश हिस्सों में अपना वजूद खो चुकी है। कांग्रेस परजीवी की तरह क्षेत्रीय दलों की पीठ पर सवार होकर खुद को जिंदा रखे हुए है. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അവസാനിച്ചു. സർക്കാരിന് കേവല ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രതിപക്ഷം എതിർത്തതോടെ വനിതാ സംവരണം പാർലമെന്റിൽ പരാജയപ്പെട്ടുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം വനിതകൾക്കെതിരാണ് എന്ന പ്രചാരണം തെറ്റാണ് എന്നും നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വനിതാ ബില്ലിനെ ചൊല്ലി ചൂടേറിയ വാദപ്രതിവാദമാണ് പാർലമെന്റിനകത്തും പുറത്തും നടന്നത്. സർക്കാരിന് കേവല ഭൂരിപക്ഷമുണ്ടെങ്കിലും പ്രതിപക്ഷം എതിർത്തതോടെയാണ് 3/2 ഭൂരിപക്ഷം ലഭിക്കാതെ ബിൽ പരാജയപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. कांग्रेस पार्टी और विपक्षियों को भारत की महिलाओं का गुस्सा झेलना पड़ेगा. मैंने तो कल ही बता दिया, ये काला दाग कांग्रेस और उनके साथियों के ऊपर लग गया है, वो जिंदगी भर साफ नहीं कर पाएगा. പ്രതിപക്ഷം വനിതകൾക്കെതിരാണ് എന്ന പ്രചാരണം തെറ്റാണെന്നും നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ബിജെപിയുടെ രാഷ്ട്രീയ നീക്കത്തെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചത്. മണ്ഡല പുനർനിർണയം വനിതാ സംവരണത്തിനൊപ്പം കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി. ബിജെപിയുടെ വ്യാജ പ്രചാരണം ജനങ്ങൾ തള്ളിക്കളയും. പുതിയ സെൻസസ് പൂർത്തിയാക്കിയ ശേഷം മണ്ഡല പുനർനിർണയം നടത്തണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിനെതിരെ ഒരു ആയുധമാക്കുകയാണ് ബി.ജെ.പി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് വനിതകളെ അണിനിരത്തി രാജ്യവ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രചാരണ പരിപാടികളും ബി.ജെ.പി. തുടങ്ങിക്കഴിഞ്ഞു. വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയമാണ് എതിർത്തത് എന്നാണ് പ്രതിപക്ഷം വിശദീകരിക്കുന്നത്. വനിതാ സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടെങ്കിലും വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയാണ് ബി.ജെ.പി. രാജ്യത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശം കോൺഗ്രസും DMK-യും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നഷ്ടപ്പെടുത്തിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് വനിതകളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും പ്രചാരണ പരിപാടികളും നടത്തുകയാണ് ബി.ജെ.പി. വനിതാ സംവരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇതിനെ എതിർക്കുന്നവരോട് രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണെന്നും രാജ്യത്തെ സ്ത്രീകൾ ഈ അപമാനം ഒരിക്കലും മറക്കില്ല എന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എക്സിൽ കുറിച്ചു. വനിതാ സംവരണത്തിൽ പ്രതിപക്ഷ നിലപാടിനെതിരെ പാർലമെന്റ് കവാടത്തിലും NDA നേതാക്കൾ പ്രതിഷേധിച്ചു. അതേസമയം വനിതാ സംവരണമല്ല, അതിന്റെ മറവിൽ കൊണ്ടുവന്ന മണ്ഡല പുനർനിർണയത്തെയാണ് എതിർത്തതെന്ന് പ്രതിപക്ഷം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൂചിപ്പിച്ചതുപോലെ വനിതകളെ ഇറക്കി പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ആ പ്രതിഷേധമാണെന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലും നടന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവർത്തകരുടെ മാർച്ചുണ്ടായിരുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുലിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്ക് തുറന്നതോടുകൂടി ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് പുതിയ കണക്കുകൾ. അതായത് അതിന് ആ ഒരു ശ്രമങ്ങൾക്കൊക്കെ തിരിച്ചടി ഉണ്ടാവുകയാണ്. ഹോർമുസ് കടലിടുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും അടയ്ക്കുകയാണ് ഇറാൻ ചെയ്തത്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം US തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറാന്റെ നടപടി. അതേസമയം ഏറ്റവും ആശങ്കയായി മാറിയത് ഇന്ത്യൻ പതാകയേന്തിയ 2 കപ്പലുകൾക്ക് നേരെ ഇന്ന് ഇറാൻ നാവികസേന വെടിയുതിർത്തു എന്നുള്ള വാർത്തയാണ്. ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുക എന്നുള്ളത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ വിള്ളൽ വരുത്താനുള്ള സാധ്യതയാണുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വതി കൃഷ്ണൻ നൽകും. അശ്വതി, ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്ര ബന്ധത്തിൽ അല്ലെങ്കിൽ ഇറാനുമായുള്ള ബന്ധത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്ന സാഹചര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം, പശ്ചിമേഷ്യയിലുള്ള സംഘർഷം സ്വാഭാവികമായും ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള നടപടി ഇറാൻ ആദ്യം തുടങ്ങിയത്. പക്ഷേ എന്നിട്ട് അമേരിക്കയുടെ നടപടികളുമായി ബന്ധപ്പെട്ട് ഇറാൻ വീണ്ടും ഈ കടലിടുക്ക് അടയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനൊപ്പം തന്നെ സംഘർഷത്തിലേക്ക്, അതായത് കടലിടുക്കിൽ പോലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുമോ? ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഈ വാർത്ത, അതായത് ഹോർമുസ് തുറക്കുന്നു എന്ന വാർത്ത നമ്മളെ തേടിയെത്തിയപ്പോൾ എന്താണ് നമ്മൾ കരുതുന്നത്? സമാധാന പാതയിലേക്ക് പോകുന്നു എന്നുള്ളത് അത് ട്രംപും വ്യക്തമാക്കിയതാണ്. അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ ഇന്നായപ്പോഴേക്കും അതെല്ലാം മാറി മറിയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ശ്രമങ്ങൾക്കാണിപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അഖില, തുറന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടയ്ക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. വലിയ പ്രതിസന്ധിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യ അടക്കമുള്ള കപ്പലുകൾക്ക് ഇന്ന് നേരിടേണ്ടി വന്നത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം. ഇറാൻ വെടിവെക്കുന്നു. ആക്രമിച്ച കപ്പലുകളിൽ സൂപ്പർ ടാങ്കറുകളും ക്രൂഡ് ഓയിലുമായി തിരിച്ച ടാങ്കറുകളും ആക്രമിച്ചു എന്നതാണ് സ്ഥിരീകരണം വരുന്നത്. അഖില, ഈ വെടിവെപ്പ് ആക്രമണവും ഇറാൻ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒമാൻ തീരത്തോട് ചേർന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയും 20 നോട്ടിക്കൽ മൈൽ അകലെയും 3 നോട്ടിക്കൽ മൈൽ അകലെയുമാണ് കപ്പലുകൾക്ക് നേരെ ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രൂയിസ് കപ്പലിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അഖില, അതോടൊപ്പം തന്നെ ഒരു കണ്ടെയ്നർ കപ്പലിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ആക്രമിക്കപ്പെട്ട മറ്റൊരു കപ്പൽ ഒരു ടാങ്കറാണ് എന്നുള്ളതാണ്. 3 കപ്പലുകൾ ആക്രമിച്ചു എന്ന സ്ഥിരീകരണം പുറത്തു വരുന്നു. ഈ ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരെയുള്ള നാവിക ഉപരോധം പൂർണ്ണ തോതിൽ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഈ സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കിയത് എന്നുള്ളതാണ്. ഈ ഇറാൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിട്ടുള്ളത്. ഇറാൻ അംബാസഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുന്നു. ഇനിയാണ് അറിയേണ്ടത് ഇന്ത്യയും ഇറാനുമായിട്ട്, നമുക്കറിയാം ഇന്ത്യയും ഇറാനുമായിട്ടും നല്ല ബന്ധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ എല്ലാ പിന്തുണയും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. നല്ലൊരു ബന്ധത്തിൽ പോവുകയായിരുന്നു ഇറാനും ഇന്ത്യയും എന്നുള്ളതാണ്. ഇനി ആ ബന്ധം വഷളാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സമവായം ഉണ്ടാകുമോ എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ അതുതന്നെയാണ് നിരീക്ഷിക്കുന്നത്. അഖില, നമുക്കറിയാം ഇന്നലെയൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. ഈ വാരാന്ത്യത്തോടുകൂടി ചർച്ചകൾ വീണ്ടും ഉണ്ടാകും, പരാജയപ്പെട്ട ചർച്ച വീണ്ടും ഉണ്ടാകും. അമേരിക്കയുമായി അടുത്ത ഘട്ട ചർച്ചകൾക്ക് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖതീബ് സാദെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ചർച്ചകൾക്കായി ഒരു കൃത്യമായ ചട്ടക്കൂട്ട് രൂപീകരിക്കുന്നതുവരെ പുതിയ കൂടിക്കാഴ്ചകൾ ഉണ്ടാകില്ല എന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഒപ്പം ഇന്ത്യയും ആശങ്കയറിയിക്കുന്നു. അത് വലിയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ പോകുമോ എന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ. അഖില, ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയോടെ കാണുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസങ്ങൾ. അതായത് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത്, ഇന്ത്യക്ക് എങ്ങനെയാണ് ഈ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രി ഇവരെ വിളിച്ചു വരുത്തി ആശങ്കയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആ ആശങ്ക എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും വളരെ നിർണായകമാണ്. അശ്വതി കൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
ഇന്ത്യൻ കപ്പലുകൾക്ക് ഇൻഷുറൻസ് ഗ്യാരണ്ടി നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ റെയിൽവേ വികസന പദ്ധതികൾക്കും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 2026 ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവ്. ഏകദേശം 50 ലക്ഷം ജീവനക്കാർക്കും 68.3 ലക്ഷം പെൻഷൻകാർക്കും വർധനവ് ഗുണകരമാകും. പുതിയ വർധനവോടെ DA അടിസ്ഥാന ശമ്പളത്തിന്റെ 60% ഉയരുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. केंद्र सरकार के जितने भी कर्मचारी हैं और जितने पेंशनर्स हैं उनके लिए DA और DR बढ़ाया गया, जिसकी टोटल लागत भारत सरकार को आएगी 6,791 करोड़ रुपीस. 2% बढ़ाए 58 से 60 हुआ है. 60% ഓഫ് ബേസിക് പേ हो जाएगा. കേന്ദ്ര ജീവനക്കാർക്കുള്ള DA അവസാനമായി പരിഷ്കരിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. 55% നിന്ന് 58% ഉയർത്തിയിരുന്നു. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലും ഉത്തർപ്രദേശിലും ഏകദേശം 601 കിലോമീറ്റർ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 2028 വരെ തുടരാനും മന്ത്രിസഭ തീരുമാനിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവർ ഇനി ദീപ്തമായ ഓർമ്മയാണ്. ഒരു നാടിന്റെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി അവർ മടങ്ങി. രാവിലെ നാട്ടിലെത്തിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പാങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം വിവിധയിടങ്ങളിൽ സംസ്കരിച്ചു. ആയിരങ്ങളാണ് ആ പൊതുദർശനത്തിൽ പങ്കെടുത്തത്. അധ്യാപകരടക്കമുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത്രമേൽ വൈകാരികമായ യാത്രയയപ്പാണ് ഒരു നാട് നൽകിയത്. വാൽപ്പാറ അപകടത്തിൽ മരണപ്പെട്ട 9 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പ്രധാന അധ്യാപിക അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്തും ആശയുടെ മൃതദേഹം കൊളത്തൂരിലെ തറവാട്ട് വളപ്പിലുമാണ് സംസ്കരിച്ചത്. അധ്യാപകനായ മജീദ്, ഭാര്യ റുഖിയ എന്നിവരുടെ മൃതദേഹങ്ങൾ പാങ്ങ് മാട്ടത്ത് ജുമാ മസ്ജിദിലും അധ്യാപികമാരായ റംല, ഷക്കീല, പാചക തൊഴിലാളി സാജിദ എന്നിവരുടെ മൃതദേഹങ്ങൾ പാങ്ങ് വലിയ ജുമാ മസ്ജിദിലും അധ്യാപിക സുഹറയുടെയും മകൻ ഖാഷിമിന്റെയും മൃതദേഹം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലുമാണ് സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കി പുലർച്ചെ 9 മണിയോടെ മൃതദേഹങ്ങൾ പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. പ്രിയപ്പെട്ടവരെ ഒരു നോക്കു കാണാനായി വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. മരണപ്പെട്ട അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന GLP സ്കൂളിലെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ആദ്യം അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വരെ ഒരുമിച്ചുണ്ടായിരുന്നവർ ഇന്ന് കൂടെയില്ല എന്നത് വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും. ഒരു വീട്ടിൽ എങ്ങനെ കഴിയുന്നു അതുപോലെ നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ സ്കൂളിൽ. അല്ല മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും ചിന്തിക്കേ വേണ്ട. ഞങ്ങൾ നല്ല കുടുംബം. ഇതിന് മുൻ HMമാരുള്ളതും ടീച്ചർമാരുള്ളതും ഒക്കെ ഒരേ മാതിരി തന്നെയാണ്. തമിഴ്നാട് സർക്കാരിന്റെ ഇടപെടലുകൾ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ സാധിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് തമിഴ്നാട് ഗവൺമെന്റിനോടാണ്. നമുക്കറിയാം, ഒരാൾ മരണപ്പെട്ടാൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനും അതിൻ്റെയൊക്കെ ഒരുപാട് 4 മണി 5 മണി വരെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്രയും മൃതദേഹങ്ങൾ രാത്രി മരണപ്പെട്ടിട്ട് നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ എത്തുകയും ഇവിടെ സമാധാനപരമായി ഇത്രത്തോളം ചടങ്ങുകളൊക്കെ നടത്താൻ പറ്റുകയും ചെയ്തു എന്നുള്ളത് ഈ വിഷമഘട്ടത്തിലും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്കു കാണാനായി ആയിരങ്ങളാണ് പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത്. ഇവർക്ക് സൗകര്യമൊരുക്കാൻ നാട്ടുകാർ ഏറെ പണിപ്പെടേണ്ടി വന്നു. നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ഇവിടെ നിന്ന് ഈ യാത്ര തിരിക്കുന്നവർ. റിപ്പോർട്ടർ MM രാകേഷിനോടൊപ്പം TK അരവിന്ദൻ, അമൃത ന്യൂസ്. അപകടത്തിൽ മരിച്ച 9 പേരിൽ 5 പേരും പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരായിരുന്നു. ഇനി ആ സ്കൂളിൽ ശേഷിക്കുന്നത് 3 അധ്യാപകർ മാത്രമാണ്. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ വിയോഗം അധ്യാപകരെയും നാടിനെയും ഒരുപോലെ നടുക്കി.
വിനോദയാത്ര, സ്കൂളിലെ വാർഷികാഘോഷം എന്നുവേണ്ട എന്തിനും ഏതിനും ഒപ്പം നിന്ന സഹപ്രവർത്തകരുടെ വിയോഗം ഇപ്പോഴും ഇവർക്ക് വിശ്വസിക്കാനായിട്ടില്ല. ഞാനാണ് സുഖമില്ല, ഇന്നിപ്പോൾ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണല്ലോ, അപ്പോൾ അവരൊക്കെ പറഞ്ഞെന്നാൽ ടീച്ചർ പോയിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും പോയി വരിന്നൊക്കെ പറഞ്ഞതാണ്. മിനിഞ്ഞാന്ന് ഒക്കെ പറഞ്ഞ് പോയതായിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയണവരാണ്. പക്ഷെ ഞാനും ഈ ടീച്ചറോട് പറഞ്ഞ് നമ്മൾക്ക് ഇനി അടുത്ത ടൂറിന് പോവാം. എന്നിട്ട് ഹസൻ ടീച്ചർ അജിന് പോവല്ലേ, അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 ആൾ ഒരു വണ്ടിയിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ 3 ആളും ഒപ്പം പോവാറുള്ളത്. അപ്പോൾ എന്നാൽ ഈ അടുത്ത ടൂറിന് നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും ഞങ്ങൾ 2 ആളും. റസീന, യശോദ, ഹസ്നത്ത് എന്നീ 3 അധ്യാപകരാണിപ്പോൾ ഗവൺമെന്റ് LP സ്കൂളിൽ ശേഷിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും പോകുന്നത് തന്നെയാണ്. ഞങ്ങൾ ഹജ്ജിന് പോകാനുള്ള ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് പോകാതിരുന്നത്. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ടാണ് ബസ് ഡ്രൈവർ വരെ അതിൽ പോയിക്കുന്നത്. ബസ് ഡ്രൈവർ ആണെങ്കിലും ഇനിയിപ്പം ഞങ്ങളെ കുക്ക്, സാജി ഒക്കെ ടീച്ചർമാരെ പോലെ എല്ലാവരും ഒരേപോലെയാണ്. ഞാൻ പോകാൻ വിചാരിച്ചു തന്നെ ഇരുന്നു. പക്ഷേ ഈ ടീച്ചർ സുഖമില്ലാതായിട്ട് ഇല്ല. അപ്പം നമുക്ക് ഇനി അടുത്ത വർഷം പോവാം, ഈ വർഷം പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു മനംമാറ്റം വന്നു. പ്രധാന അധ്യാപിക അജിതയെ കൂടാതെ റംല, സുഹറ, മജീദ്, ആശ എന്നീ അധ്യാപകരും പാചകത്തൊഴിലാളി സാജിദയും അപകടത്തിൽപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ഇവർ. കാഴ്ച പരിമിതിയുള്ള മജീദിന്റെ സഹായത്തിനായാണ് ഭാര്യ റുക്കിയ യാത്രയിലൊപ്പം ചേർന്നത്. സുഹറ ടീച്ചറുടെ മകൻ ഇഷാന്റെയും റുക്കിയുടെയും വേർപാട് താങ്ങാവുന്നതിനും അപ്പുറത്തെ നോവായി. റംല ടീച്ചറേയും പിന്നെ വേറെ സാജിദാറിൻ്റെ കുട്ടി ഞങ്ങൾ അയൽവാസിയാണ്. വെക്കേഷന് പൂട്ടുമ്പോൾ ഇതിൻ്റെ സ്കൂളിൻ്റെ വാർഷികം കഴിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. എന്നിട്ട് ഒരു ടൂർ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടിൽ അത് കാര്യമായിട്ട് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛങ്ങനെ സംഭവം ഉണ്ട്. അതിനോട് ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ അധ്യാപകരാണ്. അങ്ങനെ ഞാൻ ഫോണിലെടുത്ത് വിളിച്ചൊക്കെ എല്ലാം നോക്കി, ആരും കിട്ടത്തില്ല. അവസാനം ഞാൻ സ്കൂളിൽ എല്ലാവരും നാട്ടുകാരെല്ലാവരും വന്നിട്ട് പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞ ചാനലുകാരെല്ലാം വന്നിട്ടുണ്ടായി. അവിടെ ഞാൻ വീട്ടിൽ നിന്ന് ഓടി ഇവിടെ വന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാം വിശദമായ വിവരങ്ങൾ അറിഞ്ഞു. സ്കൂളിലെ അധ്യാപകരുടെ ഒന്നിച്ചുള്ള വിടവാങ്ങൽ കുട്ടികളിൽ വലിയ മാനസികാഘാതമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സാജിദയുടെ 11 വയസ്സുള്ള മകൻ ഷഹദീൻ, യാത്രയിലൊപ്പമുണ്ടായിരുന്ന മരണപ്പെട്ട തൊട്ടടുത്ത UP സ്കൂളിലെ അധ്യാപിക ഷക്കീലയുടെ 10 വയസ്സുള്ള മകൾ മസീൻ, സ്കൂൾ ഡ്രൈവർ നൌഷാദ്, ട്രാവലറിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹഫീസ് എന്നിവർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. 160ഓളം വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഈ സ്കൂളിൽ ഇനി ശേഷിക്കുന്നത് 3 അധ്യാപികമാർ മാത്രമാണ്. ഈ മാനസികാഘാതത്തിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപികമാരും മോചിതരാവാൻ സമയമെടുക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, മലപ്പുറം. വാൽപ്പാറയിലെ വാഹനാപകടത്തിൽ 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നുവെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും അനുശോചന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് തട്ടിപ്പുകാർ പിടിയിലായിട്ടുണ്ട്. നിതിനെയും കോളേജിലെ ടീച്ചറെയും ഭീഷണിപ്പെടുത്തി പണം തിരികെ അടയ്ക്കാൻ ശ്രമിച്ച ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കോളേജിലെ ആരോപണ വിധേയനായ മറ്റൊരു അധ്യാപകൻ കൂടി രാജിവെച്ചു. നിതിനെ കോളേജ് പ്രിൻസിപ്പൽ ശകാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. നിരന്തരം ഭീഷണിപ്പെടുത്തി പണം തിരികെ അടപ്പിക്കാൻ ശ്രമിച്ച ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗസിയാബാദ് സ്വദേശി ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് ഖേവൽ, ഫരീദാബാദ് സ്വദേശിയായ പ്രകാശ് ജെ എന്നിവരെയാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് നോയിഡയിൽ നിന്ന് പിടികൂടിയത്. സിം കാർഡ് അടക്കമുള്ള ഉപകരണങ്ങളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഇതിനിടയിൽ വിദ്യാർത്ഥി ജീവനൊടുക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യത്തിൽ പ്രിൻസിപ്പൽ നിതിൻ രാജിനോട് കയർക്കുന്നത് കാണാം. നിതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നതായും ദൃശ്യത്തിലുണ്ട്. വിദ്യാർത്ഥികൾ പരാതി നൽകിയ ഓർത്തോഡോണ്ടിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും ജീവനക്കാരും രാജിക്കൊരുങ്ങുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ആരോഗ്യ സർവകലാശാല അധികൃതർ ഇന്നും കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സ്ഥാപനത്തിലെ പീഡനവുമാണ്
ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. അഞ്ചരക്കണ്ടി കോളേജിലെ 33 വിദ്യാർത്ഥികൾ ഇന്ന് നിതിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. നേരത്തെ വിദ്യാർത്ഥികൾ പോലും നിതിന്റെ സംസ്കാര ചടങ്ങുകളിലൊന്നും പങ്കെടുത്തില്ല എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. സഹപാഠികളെ കണ്ട നിതിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. ദുഃഖം താങ്ങാനാകാതെ ആ അമ്മ ബോധരഹിതയായി. അമ്മയെ ആശ്വസിപ്പിച്ചാണ് നിതിന്റെ കൂട്ടുകാർ മടങ്ങിയത്. സംസ്ഥാനത്ത് ചൂട് ഓരോ ദിവസവും റെക്കോർഡ് ഭേദിച്ച് മുന്നേറുകയാണ്. പാലക്കാട് 40 ഡിഗ്രിയിലേക്ക് എത്തി. കൊല്ലമടക്കമുള്ള മറ്റ് ജില്ലകളും 40-നോടടുത്ത് എത്തുകയാണ് ചൂടിൽ. ഇടുക്കി മുതൽ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസമായി ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെട്ടിരുന്ന പാലക്കാട് ചൂട് 40 ഡിഗ്രിയിലേക്ക് എത്തിയിട്ട് ദിവസങ്ങളായി. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്കും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസിലേക്കും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പാലക്കാടിന് പിന്നാലെ പുനലൂരിലും ചൂട് 40 ഡിഗ്രിയിലേക്ക് എത്തി. തിരുവനന്തപുരം ജില്ലയിൽ ചൂട് 36 ഡിഗ്രിക്ക് മുകളിൽ എത്തുമെന്നാണ് അറിയിപ്പ്. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ വെയിലേൽക്കാൻ പാടില്ല. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിലും വർധനവ് രേഖപ്പെടുത്തി. ഇന്നലെ 11.34 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പീക്ക് സമയത്തെ ഉപഭോഗം 5947 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ജ്യൂസ് കടകളിലൊക്കെ വലിയ തിരക്കാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് കൃത്യമായ ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ജ്യൂസ് കടകളിലും കുപ്പിവെള്ളത്തിലുമൊക്കെ ആരോഗ്യ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തുകയും ചെയ്തു. 3641 ഇടങ്ങളിൽ പരിശോധനകൾ നടത്തിയെന്നാണ് കണക്ക്. വീഴ്ച കണ്ടെത്തിയ 510 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയത്. മാർച്ച് 1 മുതൽ നടത്തിയ 3641 പരിശോധനകളിൽ 510 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ജ്യൂസ്, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയുടെ 506 സർവൈലൻസ് സാമ്പിളുകളും കുടിവെള്ളം, കുപ്പിവെള്ളം എന്നിവയുടെ 118 സാമ്പിളുകളും 36 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 2 സബ് സ്റ്റാൻഡേർഡ് സാമ്പിളുകളും ശേഖരിച്ചു. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. ഉപഭോക്താക്കൾ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. വലിയ ക്യാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീലുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. കുടിവെള്ളം, മറ്റ് ശീതള പാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ വെയിലേൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടാനോ വെയിലേൽക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോകാനോ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ പാൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മിൽമ. വർധന ആവശ്യപ്പെട്ടുള്ള ബോർഡിന്റെ ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണുള്ളത്. അതേസമയം പാൽ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ മിൽമ ഭവനിലെത്തി പ്രതിഷേധം നടത്തി. കഴിഞ്ഞ ബോർഡ് യോഗങ്ങളിൽ തീരുമാനിച്ച വിലവർധന പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നതോടെ മാസങ്ങൾക്ക് മുൻപ് പ്രാബല്യത്തിൽ വരേണ്ട വിലവർധന നിലവിൽ വരാൻ കാലതാമസം നേരിടുകയായിരുന്നു. വിലവർധന അനിവാര്യമാണെന്ന ബോർഡും നിലപാട് വ്യക്തമാക്കി. പാൽവില വർധനവുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മിൽമയോ മിൽമയുടെ യൂണിയനുകളോ പാൽവില വർദ്ധിപ്പിക്കണമെന്ന ചില ആവശ്യങ്ങൾ വരുന്നതിന് അതിനൊരു ന്യായമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പാലിൻ്റെ വില കർണാടകയിൽ നിന്നാണെങ്കിലും ആന്ധ്രയിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്ന് മേടിക്കുന്ന വില അല്പം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാല് മേടിച്ചു വന്ന് ഇവിടെ വിൽക്കുമ്പോൾ ഒരു 6 ലക്ഷം ലിറ്ററോളം പാൽ ഒരു ദിവസം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്ര ലാഭം യൂണിയനുകൾ ഉണ്ടാകുന്നില്ല. ലാഭത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂണിയന് നഷ്ടത്തിൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാൽവില വർധനവ് അനിവാര്യമാണെന്ന് നമുക്ക് പറയാം.
എന്നാൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കുണ്ടെന്നാണ് ആക്ഷേപം. നമ്മൾ കിട്ടുന്ന ലാഭത്തിൻ്റെ മൃഗീയ ഭാഗവും കർഷകർക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് വഞ്ചനയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വെറുതെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ദുരുദ്ദേശപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ട് മിൽമയെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വകവെച്ച് കൊടുക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ മിൽമയ്ക്ക് കഴിയില്ല, അത് അംഗീകരിക്കില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കമ്മീഷനോടും അനുമതി തേടാനും നീക്കമുണ്ട്. 29-ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദേശത്തൊക്കെ മാത്രം കേട്ടിരുന്ന അടിമവേല നമ്മുടെ നാട്ടിലും ഉണ്ടായി എന്നുള്ളതാണ് ഒരു വാർത്ത. കർണാടകയിലെ ഹാസനിലാണ് അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കൃഷിയിടത്തിൽ അടിമപ്പണി ചെയ്യിപ്പിച്ചു. ശമ്പളവും കൃത്യമായ ഭക്ഷണവും ലഭിക്കാതെ 1 വർഷത്തോളം ജോലി ചെയ്തവരിൽ മലയാളികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. കർണാടക പോലീസാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കാസർഗോഡ് പുത്തികൈ സ്വദേശി ഉദയകുമാർ ഉൾപ്പെടെ 18 പേരെയാണ് പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ദിവസവും 700 രൂപ കൂലിയും ഭക്ഷണവും നൽകാമെന്ന് പറഞ്ഞ് കാപ്പിത്തോട്ടത്തിലെ ജോലിക്കായി കൊണ്ടുപോയതായിരുന്നു ഉദയകുമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ. എന്നാൽ ഹാസനിലെ ഇഞ്ചിക്കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ് ഉദയകുമാറും മറ്റ് തൊഴിലാളികളും എത്തിയത്. 1 വർഷക്കാലമായി ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് 1 രൂപ പോലും പ്രതിഫലമായി ഇതുവരെ നൽകിയില്ല. കൂടാതെ വേണ്ട രീതിയിൽ രാവിലെയും രാത്രിയിലും ഭക്ഷണവും ലഭിച്ചില്ല. പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മുഴുവൻ തൊഴിലാളികളെയും രാത്രികാലങ്ങളിൽ ഒറ്റ ഷെഡിൽ പൂട്ടിയിട്ടതായും ഉദയകുമാർ പരാതി പറഞ്ഞു. ഭക്ഷണമില്ല, ശുണ്ഠി പണിക്കുന്നിട്ട് കൊണ്ടുപോയത്. അവിടെ പോയിട്ട് നമുക്ക് ശമ്പളം കൊടുക്കില്ല, ഭക്ഷണമില്ല. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഉച്ചക്ക് അത് ഉണ്ടായില്ല. ഒരു ഫോണും നമുക്ക് തരില്ല, സംസാരിക്കാൻ ഫോൺ തരില്ല. ഞങ്ങൾക്ക് രാവിലെ ഒരു ഷെഡ് ഉണ്ട്, അതൊരു കൂട്ടി പിന്നെ അവർ പോകും. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. നാഗരാജ്, മോഹനേഷ് എന്നീ 2 പേരാണ് അടിമപ്പണി ചെയ്യിച്ചതിന് പിറകിലെന്ന് കർണാടക പോലീസ് പറയുന്നു. ഇവരെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് കർണാടക പോലീസ് സംഘം. ബേലൂർ താലൂക്കിലെ ചട്ടണഹള്ളിയിലായിരുന്നു തൊഴിലിടത്തെ ഞെട്ടിക്കുന്ന സംഭവം. അമൃത ന്യൂസ്, കാസർഗോഡ്.